ഹായ് ഫ്രണ്ട്സ്, 2024 മാർച്ചിൽ നടന്ന +2 പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ചുരുക്കം ചില കുട്ടികൾക്കെങ്കിലും ഫിസിക്സ് പരീക്ഷ പാസ്സാകാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ വരുന്ന ജൂണിൽ നടക്കുന്ന സേ എക്സാമിനേഷനാണ്. സോ 2024 സേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ സീരീസാണിത്. ഈ വീഡിയോ സീരീസിൽ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാതെ മിനിമം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ +2 ഫിസിക്സ് പാസ്സാകാം, അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നടത്തിയിരിക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ റിസൾട്ടിൽ ഫിസിക്സിന് D കിട്ടാൻ കാരണം ഒരുപക്ഷെ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 18 മാർക്ക് കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ കിട്ടി സെക്കൻഡ് ഇയറിൽ 18 മാർക്ക് കിട്ടാത്തതായിരിക്കാം, അതുമല്ലെങ്കിൽ 2 വർഷവും 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇതിലേത് തന്നെ ആയാലും ഇത്തവണത്തെ നമ്മുടെ മുമ്പിലുള്ള സേ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഈ സേ എക്സാം എഴുതി 36 മാർക്ക് സ്കോർ ചെയ്യുക വഴി ഈ +2വിൻ്റെ ഫിസിക്സ് പാസ്സാകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെക്കൻഡ് ഇയർ കിട്ടുകയും ഫസ്റ്റ് ഇയർ കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഈ നമ്മൾ സേ എക്സാം എഴുതുന്നു, സെക്കൻഡ് ഇയർ ജയിക്കാൻ വേണ്ട 18 മാർക്കും പ്ലസ് ഫസ്റ്റ് ഇയറിന് എത്ര മാർക്കും കൂടെ വേണം ജയിക്കാൻ, ആ മാർക്കും കൂടെ ചേർത്ത് നമ്മൾ സെയിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ +2 ഫിസിക്സ് പാസ്സായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചാൻസാണ് ഈ തവണത്തെ സേ എക്സാം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട റൂൾ ഇതാണ്, 1 മാർക്ക് റൂൾ. നമ്മൾ ഈ വരുന്ന ജൂൺ സേ പരീക്ഷ ഫിസിക്സ് പാസ്സാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റൂൾ ഇതാണ്, 1 മാർക്ക് റൂൾ. അതായത് നമുക്ക് ഓരോ ചോദ്യത്തിൽ നിന്നും ഓരോ മാർക്കുകളായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ കിട്ടണം. അതിപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യമായാലും 4 മാർക്കിൻ്റെ ചോദ്യമായാലും 2 മാർക്കിൻ്റെ ചോദ്യമായാലും നമുക്ക് ഓരോ മാർക്കുകളായി മുറിച്ച് കിട്ടണം. 4 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ അതിൽ 4 1 മാർക്കുകളായി കണ്ടുകൊണ്ട് ആ ഓരോ മാർക്കുകൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടെ പഠിപ്പിച്ചു തരിക എന്നുള്ളതല്ല നമ്മുടെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെയും അവയുടെ ഉത്തരങ്ങളുടെയും രൂപത്തിലാണ് ഈ വീഡിയോ സീരീസ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഏറ്റവും എളുപ്പത്തിൽ മിനിമം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഫിസിക്സ് പരീക്ഷ പാസ്സാകാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഈ പരീക്ഷയിൽ ഈ ചാപ്റ്ററിൽ നിന്ന്, ഇപ്പോൾ വരുന്ന പരീക്ഷയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറെക്കുറെ 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എക്സാക്ട്ലി 6 മാർക്കാണാവണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഉദ്ദേശം ഒരു 6 മാർക്കിനോളം അല്ലെങ്കിൽ 6-7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മുമ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫോഴ്സ്, ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജസ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മലയാളാർത്ഥം പറയാം, റെസ്റ്റിലിരിക്കുന്ന ചാർജ് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ എന്നിവയെപ്പറ്റി പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിൻ്റെ പേരെന്ത്? ഇതാണ് ഈ ചോദ്യത്തിൻ്റെ മലയാള പരിഭാഷ. നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്തവണ നമ്മൾ കൂൾ ഓഫ് ടൈം വളരെ പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തണം. ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നേരെ വലതുവശത്തുള്ള അതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ വായിക്കണം, എന്നിട്ട് അതിൻ്റെ അർത്ഥം ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു പേനയും നോട്ട് ബുക്കും എടുത്ത് വെച്ചിട്ട് ഈ ചോദ്യങ്ങൾ എഴുതി അതിൻ്റെ ഉത്തരങ്ങളും എഴുതിയാൽ നന്നായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, റെസ്റ്റിലിരിക്കുന്ന ചാർജിൻ്റെ ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ എന്നിവയെപ്പറ്റി പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചാണിത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇത് 1 മാർക്കിന് കിട്ടാവുന്ന ചോദ്യമാണ്. എ പാർട്ടിൽ 1 മാർക്കിന് കിട്ടാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. മലയാളത്തിൽ പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്ത്? ആൻസർ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അതല്ലെങ്കിൽ നമ്മൾ സിംപിളി
ഇലക്ട്രോസ്കോപ്പ് എന്ന് മാത്രം എഴുതിയാലും മതി. ഓക്കെ, ഇതും നമുക്ക് 1 മാർക്കിന് സ്കോർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചോദ്യമാണ്. എ പാർട്ടിൽ 1 മാർക്കിന് സ്കോർ ചെയ്യാൻ പാകത്തിനുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം നോക്കുക. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് എന്ത്? അത് നമുക്കറിയാം. ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് കൂളോംബാണ്. കൂളോംബ്, ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ലെറ്റർ C. അപ്പോൾ ഒന്നെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ C മാത്രമായിട്ട് എഴുതാം, അല്ലെങ്കിൽ കൂളോംബ് എന്ന് എഴുതാം. ഓക്കെ, 3 ചോദ്യങ്ങൾ. 3 ചോദ്യത്തിനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓരോ മാർക്കാണ്. ക്ലിയർ ആണല്ലോ? സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യം. വാട്ട് ആർ ദി ഫണ്ടമെൻ്റൽ ഓർ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ ബേസിക് പ്രോപ്പർട്ടികൾ എന്തെല്ലാമാണ്? ഇപ്പോൾ ഈ ഫണ്ടമെൻ്റൽ എന്ന വാക്കോ ബേസിക് എന്ന വാക്കോ രണ്ടും പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞ് ചോദിച്ചാലും ബേസിക് എന്ന് പറഞ്ഞ് ചോദിച്ചാലും ഉത്തരം സെയിം ആണ്. ഓക്കെ, ആൻസർ ചെയ്യുകയാണ് ചോദ്യത്തിന്. വാട്ട് ആർ ദി ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്? അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അക്കമിട്ട് എഴുതുകയാണ്. 1, additivity of charge. additivity of charge. നമ്മൾ ചെറിയൊരു എക്സ്പ്ലനേഷൻ എഴുതുന്നു. ടോട്ടൽ ചാർജ് ഓഫ് എ system is the sum of individual charges. Total charge of a system is the sum of individual charges. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാർജുകളുടെ സമ്മാണ്. ഒരു ഇക്വേഷൻ കൂടി എഴുതാം. ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് അപ് ടു Qn. ഓക്കെ, ഇത് ഒരു പ്രോപ്പർട്ടിയായി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എഴുതുന്നു. ദാറ്റ് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് എഴുതുകയാണ്. Charge on any body can be written as integral multiple of base charge E. ഓക്കെ, ഇതാണ് ക്വാണ്ടൈസേഷൻ്റെ എക്സ്പ്ലനേഷൻ. ചാർജ് ഓൺ എനി ബോഡി ക്യാൻ ബി റിട്ടൺ ആസ് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസ് ചാർജ് ഇ. ഏതൊരു വസ്തുവിൻ്റെ ഏതൊരു ചാർജിനെയും നമുക്ക് ബേസ് ചാർജായ ഇയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിളായിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. ഇവിടെയും ഒരു ഇക്വേഷൻ ഉണ്ട്. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ. അവിടെ കൊണ്ട് തീരുന്നില്ല, തൊട്ട് താഴെ N ഈസ് ഈക്വൽ ടു 0, 1, 2 അങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ, 2 പ്രോപ്പർട്ടിയായി. ഇനി നമ്മൾ ലാസ്റ്റ് പ്രോപ്പർട്ടി എഴുതുകയാണ്. തേർഡ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ചെറിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എഴുതുന്നത്. അതായത് ടോട്ടൽ charge of an isolated system is constant. Total charge of an isolated system is a constant. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. അതായത് ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമ്മൾ അതിലും ചെറിയ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അല്ലെങ്കിൽ ഓർ സ്റ്റേറ്റ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. 2 രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്ന് കൂളംസ് ലോ സ്റ്റേറ്റ് ചെയ്യുക, നേരെയുള്ള ചോദ്യം, അല്ലെങ്കിൽ
ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എഴുതുക. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് കൂളംസ് ലോ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എഴുതേണ്ടത് സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഭംഗിയായിട്ട് പഠിക്കണം. അപ്പോൾ എഴുതുകയാണ് കൂളംസ് ലോ states that the electrostatic force between two stationary point charges is directly proportional to the product of magnitude of charges and inversely proportional to the square of the distance between them. ഇതാണ് നമ്മുടെ കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഞാനത് എഴുതി തന്നെ കാണിച്ചത്. ഒന്ന് വായിക്കാം. കൂളംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പോയിൻ്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് magnitude of charges and inversely proportional to square of the distance between them. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ മുഴുവനായിട്ടും പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അതിൻ്റെ ഞാനങ്ങനെ പറയാൻ കാരണം മുൻപൊരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് ഡാഷ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു. അതായത് കൂളംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the electrostatic force between stationary point charge is directly proportional to dash of magnitude of charges and inversely proportional to dash of the distance between them. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആണെന്നും ഇവിടെ സ്ക്വയർ ആണെന്നും സ്റ്റേറ്റ്മെൻറ്റ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ആ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനപ്പെട്ടതാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് കൂളംസ് ലോയുടെ ഇക്വേഷൻ എഴുതാൻ പറ്റണം. ഇക്വേഷൻ കൂടെ എഴുതുകയാണ്. F is equal to 1/4πε0 Q1 Q2 by R square. അപ്പോൾ ഇതാണ് കൂളംസ് ലോയുടെ ഇക്വേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെൻറ്റും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഈ ഇക്വേഷനും കൂടെ ഓർത്ത് വയ്ക്കുക. ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റിന് 1 മാർക്ക്, പകരം ഇക്വേഷൻ എഴുതിയാലും മിക്കവാറും 1 മാർക്ക് കിട്ടേണ്ടതാണ്. എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ 1 കൂളംബ്. ഡിഫൈൻ 1 കൂളംബ്. അപ്പോൾ എഴുതുകയാണ് കൂളംസ് ലോ നമ്മൾ ആദ്യം എഴുതുകയാണ്. F is equal to 1/4πε0 Q1 Q2 by R square. ഇനി ഇതിൽ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് വേഗം വരുത്തുന്നു. Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു 1 കൂളംബ്, R ഈസ് ഈക്വൽ ടു 1 മീറ്റർ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ F ഈസ് ഈക്വൽ ടു 1/4πε0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 10⁹ ന്യൂട്ടൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ ഓർത്തിരിക്കുക. ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്, സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് അവേ ഡെഫിനിഷനിലേക്ക് കിടക്കാം. അപ്പോൾ എഴുതുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കൊള്ളുക. 1 കൂളംബ് ഈസ് ദി ചാർജ് that when placed at a distance of 1 meter from another charge of same magnitude in vacuum experiences an electrical
force of repulsion of magnitude 9 into 10⁻⁹ ന്യൂട്ടൺ. ഇതാണ് നമ്മുടെ 1 കൂളംബിൻ്റെ ഡെഫിനിഷൻ. 1 കൂളംബ് ഈസ് ദാറ്റ് ചാർജ് വെൻ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 meter from another charge of same magnitude in vacuum experiences an electrical force of repulsion of magnitude 9 into 10⁻⁹ ന്യൂട്ടൺ. ഇതിൻ്റെ മലയാള അർത്ഥം കൂടെ പറഞ്ഞുതരാം. അതായത് 1 കൂളംബ് എന്ന് പറയുന്നത് ഏത് ചാർജാണെന്ന് വെച്ചാൽ വാക്വത്തിൽ നമ്മൾ അതേ തന്നെ അളവിലുള്ള അതേ നേച്ചറുള്ള ചാർജ് 1 meter അകലെ വെച്ചാൽ ആ രണ്ട് ചാർജുകൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് 9 into 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ, അതും റിപ്പൾഷൻ ആണെങ്കിൽ, ആ കൊണ്ടുവച്ച ചാർജുകളെ നമുക്ക് 1 കൂളംബ് ചാർജുകളാണെന്ന് വിളിക്കാം. അതാണ് ഡെഫിനിഷൻ. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഡെഫിനിഷനാണ്. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളും കൂടെ ഒന്ന് ഓർക്കുക, ഈ ഡെഫിനിഷൻ കൂടെ ഓർക്കുക. 1 മാർക്കാണ്, അല്ലെങ്കിൽ ഇതിന് 1 മാർക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഇതിന് കിട്ടും. രണ്ടും കൂടെ ചേർത്ത് 1 മാർക്ക് എന്നുള്ള കൺസെപ്റ്റ് അല്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. റൈറ്റ്, നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഫോഴ്സ് ഡ്യൂ ടു എ നമ്പർ ഓഫ് charges is the vector sum of forces due to individual charges. ഇതാണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒന്നിലധികം ചാർജുകൾ കാരണം, നമ്പർ ഓഫ് ചാർജസ്, ഒന്നിലധികം ചാർജുകൾ കാരണം അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ചാർജുകൾ കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ വെക്റ്റർ സം ആയിരിക്കും. ഓക്കെ, വിശദാംശങ്ങളിലേക്ക് പോകണമെന്നില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് താഴെ നമുക്കൊരു ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ടോട്ടൽ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് അപ് ടു Fn. ഇതിലെ ഓരോ ഫോഴ്സും ഇൻഡിവിജ്വൽ ചാർജുകളായ Q1, Q2, Q3 അങ്ങനെ Qn വരെയുള്ള ചാർജുകൾ കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. അതിൻ്റെ വെക്റ്റർ സം എടുത്താൽ ടോട്ടൽ ഫോഴ്സ് കിട്ടുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ്റെ അർത്ഥം. റൈറ്റ്, ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ മൂവ് ഓൺ ടു ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ ഓർക്കണം. എല്ലാ ക്വസ്റ്റ്യനുകളും ഓർക്കണം. ക്വസ്റ്റ്യൻസ് ഓർത്താൽ മാത്രമാണ് നമുക്ക് ഉത്തരം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ എഴുതുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി region around a charge where its effect can be felt. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ റീജിയൻ അറൗണ്ട് എ ചാർജ് വെയർ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചാർജിന് ചുറ്റുമുള്ള റീജിയനാണ്. അവിടെ എന്താ നമുക്ക് ഫീൽ ചെയ്യുക? ആ ചാർജിൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്യാൻ കഴിയും. അത്രയേ ഉള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വയ്ക്കുക. വാട്ട് ഡിഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അടുത്തത് ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ്. അടുത്ത ക്വസ്റ്റനാണ് ഡിഫൈൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ്. ഇത് രണ്ട് ക്വസ്റ്റനാണ്, മുകളിൽ എഴുതിയ ക്വസ്റ്റൻ അല്ല ഇത്. നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേറൊരു കാര്യമാണ്. ഇത്തവണ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ്, ഒരു പോയിൻറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി at a point is defined as the force experienced per unit positive
ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻ്റ്. ഓക്കെ, അതായത് ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ആ പോയിൻറ്റിൽ വെച്ചിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മേൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ ടേംസിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ട് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ഓക്കെ, കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് വേണ്ടത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഡെഫിനിഷൻ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിൻ്റ് ചാർജ്. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിൻ്റ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായാലും E = എന്ന് പറഞ്ഞാണ് തുടങ്ങാൻ പോകുന്നത്. ഇനി ആര് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ്? ഡ്യൂ. ആര് കാരണം? ഡ്യൂ ടു പോയിൻ്റ് ചാർജ്. പോയിൻ്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ സ്ട്രൈറ്റ് ഇക്വേഷനാണ്. 1/4πε0 Q/r². വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ. കൂളംസ് ലോയുടെ ഇക്വേഷൻ്റെ ഫോമിനോട് വളരെ സാമ്യമുള്ളൊരു ഇക്വേഷനാണ്. പക്ഷേ ഇവിടെ തെറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്യൂവേ ഉള്ളൂ. കൂളംസ് ലോയിൽ Q1 Q2 എന്ന് 2 ക്യൂ ഉണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പ്രത്യേകം ഓർക്കുക. ഇലക്ട്രിക് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിൻ്റ് ചാർജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പോൾ ഒന്നിലധികം ചാർജുകൾ കാരണം, സിസ്റ്റം ഓഫ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് ചാർജ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ചാർജുകൾ കാരണം അനുഭവപ്പെടുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് മുമ്പ് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ ഒന്നിലധികം ചാർജ് കാരണം ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി. F = F1 + F2 + F3 F2 Fn. ഇത് അതേ കാര്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷേ ഫോഴ്സ് അല്ല, മറിച്ച് ഇലക്ട്രിക് ഫീൽഡാണെന്ന് മാത്രം. റൈറ്റ്, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണ്ട് ഇതേ രൂപത്തിൽ തന്നെ ഇരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ് E = വെക്റ്റർ E1 + വെക്റ്റർ E2 + വെക്റ്റർ E3 അപ് ടു വെക്റ്റർ En. ഓക്കെ, ഇത്ര മാത്രം എഴുതിയാൽ മതിയോ? ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ഇതെല്ലാം. റൈറ്റ്, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഒരു ചോദ്യം, അതിൻ്റെ ആൻസർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1 മാർക്കാണ്. റൈറ്റ്, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട, രണ്ടാമത്തെ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് ചോദിച്ചാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ് എന്നാണ്. ഇവിടെ ഡ്യൂ ടു പോയിൻ്റ് ചാർജ് എന്നാണ്. അപ്പോൾ ഇതാണ് ഈ 2 കാര്യങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഈ 2 ചോദ്യങ്ങൾക്ക് 2 ആൻസറായത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു ചോദ്യത്തിനും നമുക്കൊരു കീവേഡ് ഉണ്ടാവും. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കീവേഡ്, ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നൊരു കീവേഡ്. ഇവിടെ ആ കീവേഡ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ നമുക്ക് എഴുതേണ്ട ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനാണ്. 2 ആര് കാരണം? പോയിൻ്റ് ചാർജ്. അപ്പോൾ ഈ ഇക്വേഷൻ. വീണ്ടും നമുക്ക് എഴുതേണ്ട ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്. ആര് കാരണം? സിസ്റ്റം ഓഫ് ചാർജ്. അപ്പോൾ എഴുതേണ്ട ഇക്വേഷൻ ഇതാണ്. അങ്ങനെ വേണ്ടത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. അതൊരു ടാക്ടിക്സാണ്, അത് മനസ്സിൽ വയ്ക്കുക. റൈറ്റ്, നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. അപ്പോൾ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം, തുടക്കം എന്നോണം ഇത്രയും കാര്യങ്ങൾ മാത്രം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒരിക്കൽ കൂടെ കാണണം. എന്നിട്ട് നോട്ട് ബുക്കിൽ ആ ചോദ്യങ്ങളും അതിൻ്റെ ഈ ഷോർട്ടായിട്ടുള്ള ആൻസറുകളും എഴുതണം. മസ്റ്റായിട്ടും നിങ്ങളിത് നോട്ട് ബുക്കിൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും എഴുതുകയും ഒരു 3-4 വട്ടം വെറുതെ വായിക്കുകയും ഒക്കെ ചെയ്ത് മനഃപ്പാടമാക്കാനുമൊക്കെ പഠിച്ച് കുറേയൊക്കെ മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് സേ എക്സാമിന് പാസ്സാകാൻ പറ്റും. യാതൊരു സംശയവും കാര്യത്തിലില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തവണ പഠിക്കുകയാണ്, ശ്രമിക്കുകയാണ്. ഒരല്പം മടി നമുക്കുണ്ടായിരുന്നു, അത് ഇത്തവണ ഇല്ല. അപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് പഠിക്കുക തന്നെയാണ്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ വളരെ ഈസി ആയിട്ട് ഇത്തവണത്തെ സേ എക്സാം പാസ്സാകും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.